ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നല്ല, അത് ആക്ച്വലി ഇതിൻ്റെ മുന്നത്തെ വ്ളോഗ് നിങ്ങൾ കണ്ടവർക്ക് മനസ്സിലാവും. നമ്മൾ തോംസ് ബേക്കറി പോയായിരുന്നു. അവിടെ നിന്ന് നമ്മൾ സ്ട്രെയിറ്റ് ടു കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് പോവുകയാണ്. അവിടെ നിന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ, ഒരു 1 കിലോമീറ്റേഴ്സ് ഒക്കെ ഉള്ളൂ. അപ്പം ഇനി കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് പോവാണ്. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം. ഇങ്ങനെ വിലക്കുറവിൽ കിട്ടുമോ എന്നൊക്കെ നോക്കണം ഗൈസ്. സോ ലെറ്റ്സ് ചെക്ക്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഗൈസ് അപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കി ഏതൊക്കെയോ ഊടുകീട് വഴികളിലൂടെയാണ് പോകുന്നത്. ആർക്കറിയാം അവിടെ തന്നെ എത്തുമോ എന്തോന്ന്. ഞങ്ങൾ ഗൈസ് നടക്കുന്നതിൻ്റെ ഇടയിൽ 10 രൂപയ്ക്ക് ബീഫ് കബാബ് കിട്ടുന്നൊരു സ്ഥലം കണ്ട്. ഇത് സംഭവം എന്താണ്, ബാക്കിൽ ബീഫ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ ആ അങ്കിള് സൈഡിൽ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ പറയുമ്പോൾ അതിനിങ്ങനെ ഓരോന്നെടുത്ത് അപ്പം തന്നെ ഫ്രഷ്ലി ഒന്നും കൂടെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ കയ്യിൽ തരും ഗൈസ്. കുട്ടി പോയി ഗൈസ്. ഇല്ല അത് മാളുവിന് കണ്ണ് കാണാത്തോണ്ടാ പോയിരിക്കുന്നു. കുറച്ച് കുട്ടികള് ഹായ് പറയുന്നുണ്ടായിരുന്നു. അത് വീണ്ടും എടുക്കാൻ വേണ്ടിയിട്ട്, ക്യാമറയിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം എന്തോ കബാബ് എന്തോ അതവിടെ ഷോപ്പുണ്ട്, അവിടെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം മാളു പറഞ്ഞു ഞങ്ങൾക്ക് ആ കബാബ് ചുമ്മാ എന്തോന്നാണ് ചോദിക്കാൻ വേണ്ടി പോവാം, എന്നിട്ട് ആ കുട്ടികളുടെ വീഡിയോ ഹായ് പറയുന്നത് എടുത്തിട്ട് വരാം. എന്നിട്ട് ദാണ്ട കയ്യില് കണ്ടിട്ടുണ്ടോ തോന്നുന്നു ഗൈസ്? നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്ക് പലതും തോന്നുന്നു. കഴിച്ചോക്കാൻ പോകുന്നത് കഴിച്ചു സംഭവം. സീരിയസ്ലി എന്റെ പേരെന്തോന്നാ? ബീഫ് കബാബ്. ടേസ്റ്റില്ലേ? കാണുന്ന പോലെയല്ല, ലുക്കിൽ കാര്യമില്ല, വർക്കിലാണ് കാര്യം. അതെ കൊള്ളാം. ഇവിടെ ഇതൊരു സ്ട്രീറ്റ്. ആ സ്ട്രീറ്റിന്റെ പേരെന്തോന്നാ? പേര് മാർവാടി ബസാർ. ഇവിടെ ഈ ഇങ്ങനത്തെ സ്വീറ്റ്സ് അല്ല, ഇവിടെ ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടും ഗൈസ്. ബീഫ്, ബാംഗ്ലൂരില് ബീഫ് നെട്ടു ഗൈസ്, നെട്ടു. പക്ഷെ അത് വെറുതെ പറയാം കേട്ടോ, പല സ്ഥലത്തും ഉണ്ട് ബീഫ്. മാളുവിന്റെ ഫ്രണ്ടാ ഒക്കെ കഴിക്കുന്നു ഗൈസ്. കേരളത്തില്, കേരളല്ല ബാംഗ്ലൂരിൽ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് എത്തും എന്ന് പറഞ്ഞിട്ട് 800 മീറ്റർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എത്തോ എന്തോ ഞാൻ കൊണ്ടുപോകുന്നാണെങ്കിൽ അറിയാം. എങ്ങോട്ടാ പോകുന്നത്? എന്റെ ഗൂഗിൾ മാപ്പ് വരുന്ന കറക്റ്റാണ്. അപ്പൊ നമ്മൾ എത്തും. ഐ ട്രസ്റ്റ് ഗൂഗിൾ ആൻഡ്. ഓരോ സ്ട്രീറ്റിന്റെ പേരൊക്കെ പഠിച്ചായി. കുറെ നേരമായി. എവിടെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്? എവിടെ? നമ്മളിങ്ങനെ ഇതിലൂടെ പോയിട്ട് അവിടെ എത്തുന്നതായിരിക്കും ഗൈസ്. ഈ കുട്ടിക്കൊന്നും അറിയില്ല, കൊച്ചു പൊട്ടത്ത്. കൊറേ സ്ട്രീറ്റ് കഴിഞ്ഞായിരുന്നു, ഇതുവരെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് എത്തിയില്ല. ഒരു 200 മീറ്റർ മാപ്പ് നോക്കുന്നത് മാളുവാണ്. അതുകൊണ്ട് എന്തായാലും എത്തും ഗൈസ്. നമ്മൾ എത്തി. അവിടെ കണ്ടോ കൊറേ ക്രൗഡൊക്കെ, അതാണ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്. സോ ഗൈസ്, നമ്മൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് എത്തി. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിന്റെ വേറെ സൈഡ് എത്തിയെന്നേ ഉള്ളൂ, കാരണം നമ്മൾ തോംസ് ബേക്കറിന്റെ അവിടെ നിന്നാണല്ലോ വന്നത്. എന്തായാലും എത്തി ഗൈസ്. എവിടെ പോയി? എൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നല്ലോ, എൻ്റെ കൂടെ ഉള്ള ഒരാൾ എന്തൊക്കെയോ പറഞ്ഞു ഗൈസ്, ഞാൻ തെറ്റിച്ചുണ്ടോന്നൊക്കെ. ബട്ട് ഗൈസ്, ഞാൻ ഭയങ്കര ബുദ്ധിമതിയാണ്, അതുകൊണ്ട് ഞാൻ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് എന്ന് എത്തിച്ചു ഗൈസ്. ഇതാ തോന്നുന്നു കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്. ഇവിടെ ഭയങ്കര തിരക്കൊക്കെ ഉണ്ട്. സോ ഗൈസ്, ഇതാണ് ആ കട. ഇവിടെ ലൈക്ക് ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ, ഐ മീൻ സർപ്ലസ് സാധനങ്ങളൊക്കെ 200, 300, 400 കിട്ടും. സോ നമുക്ക് കയറി നോക്കാം. ഇവിടെ ഗൈസ് ഓൺലിയുടെയും വെറുമോഡേൻ്റെയും പിന്നെ ട്രെൻഡ്സിൻ്റെ ബ്രാൻഡില്ലേ, അതിൻ്റെ എല്ലാത്തിൻ്റെയും ജീൻസൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ സീൻ എന്താ വെച്ചാൽ അവിടെ 28 ഇല്ല. എൻ്റെ സൈസ് 28, ഫുൾ 30, 32, 36 ഒക്കെയാണ് ഗൈസ് ഉള്ളത്. रेट कितना है? 400. സോ ഗൈസ്, ആ കടയിൽ നമുക്കൊന്നും കിട്ടിയില്ല. ഇനി വേറെ കടകളെല്ലാം നോക്കാം. ഇത് രസമില്ലേ? അത് ഉണ്ടോ? ഇല്ല, ഇഷ്ടമായത്
ഇവിടെ നല്ല നല്ല ബാഗുകളുണ്ട്. നമ്മൾ മറ്റേ ബാനിക്കിലൊക്കെ കിട്ടുന്ന പോലത്തെ. അതും കൊമേഴ്ഷ്യൽ സ്ട്രീറ്റില്. ഇതിന് നല്ല മാക്സ് പോയി വാങ്ങിക്കുന്നത്. लास्ट प्राइस कितना है? ഇങ്ങനെ പോയ ഇവിടെ നിന്നൊന്നും വാങ്ങിക്കാൻ പറ്റില്ല ഗൈസ്. റുബീനൊക്കെ മിനിസോയില് കയറുന്നത്. മിനിസോയില് കയറിയിട്ടുണ്ട്. ഏതാ നിന്നെ പോലെ തന്നെ ഉണ്ട് കാണാൻ. അതുണ്ട്. ഇത് ക്യൂട്ടാ. ഇത് ക്യൂട്ടാ. ഓക്കെ ശരി. കാണിച്ചു തരാം. ഓക്കെ. ഓ ആനക്കുട്ടി. പക്ഷെ കുഴപ്പമില്ല, നല്ല ക്യൂട്ടായ ആനക്കുട്ടിയാണ് ഗൈസ് ഇത്. അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. അല്ല, ഞാൻ കണ്ടില്ലായിരുന്നു. ഇതാണ് മാളവിക. ഹായ് മാളു. ഹലോ. ഈ ട്രോളിയൊക്കെ എന്തിനു? അതിൻ്റെ അകത്ത് മിഠായി ഇട്ട് വെക്കാൻ വേണ്ടിട്ട്. എസ്തെറ്റിക് കുട്ടി, ഇതൊക്കെ എസ്തെറ്റിക് ആണ്. യു ഡോണ്ട് ഹാവ് സെൻസ്. ബൈ മാൻ. എനിക്ക് കോംബോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒന്നാം മുഖം കാണിച്ചേ. കൊള്ളാലോ. ഞങ്ങൾ മിനിസോയില് പോയിട്ട് വാങ്ങിച്ച ഈ 2 സാധനം മാത്രമേ വാങ്ങിച്ചുള്ളൂ ഗൈസ്. ഞങ്ങൾ എച്ചികളാണ് ഗൈസ്. വീഡിയോ എടുക്കല്ലേ എന്ന് പറഞ്ഞു. അതെ, അവര് വീഡിയോ എടുക്കല്ലേ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കാത്ത. അല്ലെ, ഞങ്ങൾ വാങ്ങിക്കാത്ത. അല്ലാതെ ഞങ്ങളിൽ പൈസ ഇല്ലാത്തതിനെ കൊണ്ടല്ല കേട്ടോ ഗൈസ്. പിന്നെ ഞങ്ങൾ വേറൊരു സാധനം ട്രൈ ചെയ്തു ഗൈസ്, ഒരു ബോഡി മിസ്റ്റ്. അപ്പൊ അത് നമുക്ക് ലാസ്റ്റ് ചെയ്യുമോന്ന് അറിയണം. അപ്പൊ അതിന് ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മളിപ്പോ ഇവിടുന്ന് അങ്ങോട്ടേ നടക്കും. തിരിച്ചിങ്ങോട്ടേ നടക്കുമ്പോൾ ഞങ്ങൾ ഒന്നുകൂടെ കയറും. അതുവരെ ഞങ്ങൾ ഇങ്ങനെ കയ്യിലടിച്ച മണം സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അത് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പം ബൈ, നമുക്ക് നോക്കാം പർച്ചേസ് ചെയ്യോ ചെയ്യില്ലേ. സോറി, പർച്ചേസ് ചെയ്യോ ചെയ്യില്ലേ. നമ്മളിപ്പോൾ സ്റ്റുഡിയോയിലേക്കാണ് പോകുന്നത്. നമ്മൾ മാക്സ് കണ്ടു ഗൈസ്. ഇവിടെ കയറി നോക്കാം ഫസ്റ്റ്. എൻ്റെ സ്റ്റുഡിയോ അപ്പുറത്ത് ആണ്. ഇവിടുന്ന് കുറച്ചും കൂടെ പോയല്ലോ തോന്നുന്നു സ്റ്റുഡിയോ. ഇവിടെ സെയിലുണ്ടോ എന്തോ. ഇവിടെ മറ്റേ റിലാക്സ് ഫിറ്റ് ടീഷർട്ട്സ് ഉണ്ട് ഗൈസ്. ബൈ 2 at 199. അത് കുഴപ്പമില്ലാത്തൊരു ഓഫറാണ്. എന്നുവെച്ചാൽ ഒന്നിന് 100 രൂപയല്ലേ ഉള്ളൂ. ഈ സാൻഡൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. റേറ്റ് എത്ര നോക്കാം. 799 കുഴപ്പമില്ല. ലൈക്ക് നല്ല ലുക്ക് ഉണ്ട് കാണാൻ. ഷൂസും ഒക്കെ നല്ല കളക്ഷൻ ഉണ്ട്. നമ്മുടെ അവിടുത്തെ കളക്ഷൻസ് അല്ല, കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആണ്. സെയിം സെറ്റ് ഞാൻ നാട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. ഈ ഡെനിം സ്കേർട്ട്, ഡെനിം സ്കേർട്ടിന് എത്രയാ പ്രൈസ് എന്ന് ഗസ് ചെയ്യാൻ പോവാണ് റുബീന. പറഞ്ഞോ എത്രയാ? നോക്കരുത്. 1800 അല്ലെങ്കിൽ 2000. നമുക്ക് ചെക്ക് ചെയ്യാം ഗൈസ്. നോക്കിക്കേ, 1200. Now let's go to Zudio guys. മാക്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലെ സ്റ്റുഡിയോ. മാക്സിലത്തെ കളക്ഷൻസ് കുഴപ്പമുണ്ടായിരുന്നില്ല ഗൈസ്, രസമുണ്ടായിരുന്നു. അതിലൊരു അവിടെ ഒരു ടോപ്പ് കണ്ടു വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നൊന്നും കിട്ടിയില്ല, ഇനി അവിടെ പോയി എടുക്കണം. ഷോർട്സിനൊക്കെ നോർമൽ ടീഷർട്ടാണ് ഗൈസ്, ലൂസ് ഫിറ്റ് ഒന്നുമല്ല.
ഈ ടോപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. റേറ്റ് 300, കുഴപ്പമില്ല ഗൈസ്. ഈ സാൻഡൽസിനൊക്കെ 199 ആണ് റേറ്റ് വരുന്നത്. കൊള്ളാം, ഇതും കൊള്ളാം. സോ ഗൈസ്, ഫസ്റ്റ് വൺ ഈ ടോപ്പാണ്. ഇത് കുഴപ്പമില്ല തോന്നുന്നു. ഇതിൽ തന്നെ ഒരു കളർ ചേഞ്ചും കൂടെ ഉണ്ട്. ഇത് നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. സോ ഇതാണ് അതിൻ്റെ കളർ ചേഞ്ച്, ബ്ലൂ ടോപ്പ്. എനിക്ക് ബ്ലൂ ആണ് കുറച്ചുകൂടി യെല്ലോക്കിനെക്കാട്ടും ഇഷ്ടപ്പെട്ടത്. നമുക്ക് വേറെ ട്രൈ ചെയ്യാം ഗൈസ്. എനിക്ക് ഗ്രീൻ ടോപ്പ് ഇത് ഇഷ്ടപ്പെട്ടു ഗൈസ്. വലിയ പ്രശ്നമില്ലായിരുന്നു. ഇവിടെ നിന്നൊരു സ്റ്റെയിൻ ഉണ്ട്. അതിപ്പോൾ എൻ്റെ ലിപ്സ്റ്റിക് ആയതാണോ ഇവിടുത്തെ വേറെ ആരുടെ ലിപ്സ്റ്റിക് ആയതാണോ എനിക്കറിയില്ല. എന്നാലും ഈ ടോപ്പ് എനിക്ക് ചെറുതായിട്ട് ലൈക്കായി ഗൈസ്. ട്രൈ മീ എന്ന് പറഞ്ഞ കൊടുത്തേക്കുന്ന ട്രൈ മീ ചെയ്യാൻ പറ്റിയ ടിൻഡഡ് ലിപ്പ് ഓയിൽ. പിങ്ക് കളറൊന്നുമില്ല പക്ഷെ ഇത് കൊള്ളായിരിക്കും തോന്നുന്നു. നല്ല ഷെയ്ഡല്ലേ അല്ലേ? ട്രൈ ചെയ്ത് നോക്കൂ. ചുണ്ടിലാവും. ലൈക്ക് ഷെയ്ഡ് ഇല്ല ചുണ്ടിലിടുമ്പോ, ഗ്ലോസ് മാതിരിയാ വരുന്നത്. എടുക്കുന്നില്ല, വേറെ ഏതാ നോക്കാം. ഗൈസ് ഇതിന് 300. ക്രോപ്പ് ടോപ്സിനൊക്കെ 300 ആണ്. ഈ ടാങ്ക് ടോപ്പിന് എല്ലാം മേടിച്ചോ? പിന്നെ കുറെ സാധനങ്ങൾ കിട്ടി. ഭയങ്കര പൈസ കുറവാക്കും. പക്ഷേ എല്ലാവരും വന്നോളൂ, കുറേ സാധനം വാങ്ങിച്ചു പോവാം. മാളു ജീൻസ് മേടിക്കാനാണ് പോയത്. എന്നിട്ട് ആ കവറൊന്ന് തുറന്നു കാണിച്ചു കൊടുത്ത്. ജീൻസ് മാത്രമല്ല ബാക്കിയൊക്കെ കിട്ടി. അപ്പോൾ ഇതിലൂടെ നടന്നു കഴിയുമ്പോഴത്തേക്ക് അത് വയ്യാണ്ടാവും. വയ്യാണ്ടാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ കയറി കഴിക്കുക. അത് മെയിനായിട്ട് നടക്കുള്ളൂ. വാങ്ങിക്കലൊന്നും നടക്കൂല. എന്താ വാങ്ങിക്കണമെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഐസ്ക്രീം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. കളർ കുറച്ച്. അതെ, കളർ മാത്രമുണ്ട്. പിന്നെ മുന്തിരിയൊക്കെ ഉണ്ട് ഇതില്. നമ്മളവിടെ ബ്ലാക്ക് കളറിന്റെ മുന്തിരി ഒന്നും ഉണ്ടാവില്ലല്ലോ. നീലയും വന്നു ഗൈസ്. ഇതെന്താ ഇങ്ങനെ തുറക്കും? എങ്ങനെയുണ്ട്? ഈ എക്സ്പ്രഷന്റെ മീനിങ് എന്താ? ഒന്നുമില്ല. ചത്തു ഗൈസ്. ഞങ്ങള് ട്രെയിനിന് സീറ്റ് കിട്ടാത്തതിനെ കൊണ്ട് ദാസരഹള്ളി മെട്രോ സ്റ്റേഷനിൽ, അതായത് ഞങ്ങളെ മെട്രോ സ്റ്റേഷനിൽ വന്ന് ഇവിടെ ഇരുന്ന് അതിന്റെ വിഷമം തീർക്കാണ് ഗൈസ്. ഞങ്ങള് പോകുന്നില്ല. ഇവിടുത്തെ സ്ഥിരത ഉറപ്പിക്കാൻ പോവുകയാണ്. എനിക്കും വിശക്കുന്നുണ്ട്. ഇവിടുന്ന് വല്ലതും തിന്നാനോ? അതെനിക്കറിയില്ല. നമുക്ക് ഫുഡ് സ്പോട്ട് തപ്പാം ഗൈസ്. എന്താണ് വിശക്കുന്നു ഗൈസ്. പിന്നെ ഈ 2 കാല് മുറിച്ചു മാറ്റി വേറെ കാല് ചെയ്യണം.
ഇല്ലാതെ ഇനി ഒരു ചവിട്ട് ഒരു പടി പോലും മുന്നോട്ട് നടക്കാൻ പറ്റും. രാവിലെ അങ്ങനെ ഫുഡ് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്? 2 ബണ്ണ്, അതിൻ്റെ ഉള്ള ഒരു ചിക്കൻ്റെ പീസ്, പിന്നെ 4 ബീൻസ്. എന്തായാലും എന്താ പറയാ, ഒരു 5-6 ദിവസം പട്ടിണി കിടന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖമുണ്ട്. എനിക്ക് വിശക്കുന്നു, ഞാനും കഴിക്കട്ടെ. അപ്പം ഞങ്ങൾ എത്താനായി. ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തും ഗൈസ്. അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അടിപൊളി ദിവസമായിരുന്നു. പിന്നെ ആകെ വയ്യാണ്ട് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് റുബീനയൊക്കെ ചത്തു. ജീവനുണ്ടോന്ന് ആൾക്കാരെ. അപ്പം ബൈ ബൈ ഗൈസ് എല്ലാവർക്കും. ബൈ ബൈ, ഗുഡ് നൈറ്റ്. സുഖം.